ജയിക്ക് ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ? അന്തസ്സുള്ള എല്ലാ മനുഷ്യരും പങ്കെടുത്തിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ നിന്ന്. അദ്ദേഹം പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് അന്തസ്, ആരാണ് അന്തസ്സുള്ള മനുഷ്യർ എന്ന് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനാണോ? വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചല്ല അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് ഈഴവർക്ക് അന്തസ് കൊടുത്ത നേതാവാണെന്ന്. വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യമാണോ അന്തസ്? യോഗി ആദിത്യനാഥിന്റെ വിർച്വൽ സാന്നിധ്യമാണോ അന്തസ് എന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ ജയിക്ക് വെള്ളാപ്പള്ളി നടേശന്റെ അന്തസ്സും യോഗി ആദിത്യനാഥിന്റെ അന്തസ്സും ആവശ്യമില്ലാത്ത ആത്മാഭിമാനികളായ മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്നേ. എന്നിട്ട് ജയിക്കിനൊക്കെ എന്ത് ഉളുപ്പാണുള്ളത്? അദ്ദേഹം പറയാണ് വർഗീയതയുടെ കാളിമ. എന്തോന്ന് കാളിമ? തേങ്ങാക്കൊലയാണ് കാളിമ. ഈ വർഗീയതയുടെ കാളകൂട വിഷം പരത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വേദിയിലിരുത്തി ഒരു ഉളുപ്പുമില്ലാതെ ജേക്ക് സി തോമസ് പറയാണ് വർഗീയതയുടെ കാളിമയെ പ്രതിരോധിക്കുന്നത്. വർഗീയതയുടെ കാളകൂടം വിഷം പരത്തുന്ന ആളാ വെള്ളാപ്പള്ളി നടേശൻ. കേരളം കണ്ട സമീപകാലത്തിൽ കണ്ട ഏറ്റവും വലിയ കാളിയനാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുപോലെ ഈ വർഗീയതയുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രസരിപ്പിച്ച ആളാ ഈ പറയുന്ന യോഗി ആദിത്യനാഥ്. സർക്കാർ വിളിച്ചതല്ല, അത് സർക്കാർ വിളിച്ചതല്ല, അത് ഒന്നാമത് CPM-ന്റെ പരിപാടിയല്ല, അതൊരു മതേതര പരിപാടിയല്ല, അതൊരു വിശ്വാസ സംഗമമാണ്. അല്ല ആ പരിപാടിയിൽ തന്നെ താങ്കൾ തന്നെ ചോദിച്ചില്ലേ എന്തുകൊണ്ട് MK സ്റ്റാലിനേക്കാൾ മുൻപിൽ? MK സ്റ്റാലിൻ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് മാറ്റിവെക്കൂ. നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് കേരളത്തിൽ മലയാളികൾ കഴിഞ്ഞാൽ മലയാളികളേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരല്ല വരുന്നത്. സ്റ്റാലിനേക്കാൾ കൂടുതൽ എന്ത് പ്രാധാന്യമാണ് ഇവർ യോഗി ആദിത്യനാഥ് കൊടുക്കുന്നതെന്നേ? ഇവരുടെ പ്രയോറിറ്റി അല്ലേ മറനീക്കി പുറത്തു വന്നത്? എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറയാ ഒരു നാണവും ഒരു ഉളുപ്പുമില്ലാതെ വർഗീയതയുടെ കാളിമ. എന്ത് കാളിമ? ഈ പറയുന്ന കാളകൂടം വിഷം പരത്തുന്ന ആളുകളെ വേദിയിൽ വിളിച്ചിരുത്തി ആദരിച്ചിട്ട് പറയാണ് കാളിമ. എന്നിട്ട് സമീകരിക്കുകയാണ്. ഈ പറയുന്ന മുൻ ABVP നേതാവിനെ ഞങ്ങൾ വിളിച്ചില്ലേ? മുൻ ABVP നേതാവാണോ ഇപ്പോഴത്തെ സംഘപരിവാറിന്റെ ഭാഗമാണോ? ഇവിടെ BJP-യുടെ നേതാവ് RSSന്റെ നേതാവ് RV ബാബുവിൽ നിന്ന് ഇതിൽ നിന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളത് അത്ഭുതപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തോട് ഞാൻ പറയാം, വാവര് അയ്യപ്പസ്വാമിയുടെ ആളല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഭൂതനാഥ ഉപാഖ്യാനം വരുന്നതിന് മുമ്പ് അയ്യപ്പന്മാർ ഇവിടെ ഉണ്ടെന്നേ. അയ്യപ്പൻ പാട്ടുണ്ട്. അത് പിടിക്കണ്ട. അത് നറേറ്റീവ് ആണെന്നും അത് വെറുപ്പിന്റെ നറേറ്റീവ് ആണെന്നും അത് അവിടെ നിലനിൽക്കുന്ന ഈ പറയുന്ന സർവധർമ്മ സമഭാവന ഇഷ്ടപ്പെടാത്തവർക്കാണെന്നും എല്ലാവർക്കും മനസ്സിലായി. അത് പിടിക്കണ്ട. അത് പിടിക്കാനാണെങ്കിൽ നമുക്കത് അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. കാര്യം നമുക്കത് വിശദമായി ചർച്ച ചെയ്യേണ്ട സാധനമാണ്. അത് വിശദമായി ചർച്ച ചെയ്യേണ്ട സാധനമാണ്. നമ്മുടെ പേപ്പറൊക്കെ ഉണ്ടല്ലോ. ശരി, ഇവിടെ വളരെ കൃത്യമായി തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, ശബരിമല ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം എന്ന് പറഞ്ഞ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിന് കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനോട് അത് പോസിറ്റീവായി വ്യക്തിപരമായി അങ്ങനെ ഇപ്പോഴേ കരുതേണ്ടതില്ല എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ശുഭാപ്തി വിശ്വാസക്കാരനായ അങ്ങേക്ക് പോലും ബോധ്യമായില്ലേ ഇതിന് കൃത്യമായ പിണറായി വിജയന്റെ 10ാം വർഷം ഇത്തരം ഒരു സംഗമം നടത്തുമ്പോ ഇവർ ഈ പറഞ്ഞ ശബരിമല നവോത്ഥാനമൊക്കെ ഇവർ കൈയൊഴിഞ്ഞില്ലേ? ഇവരെന്താണ് പറഞ്ഞത്? ഇവരിപ്പൊ പറയുന്നത് കേട്ടില്ലേ? ജയിക്ക് പറഞ്ഞത് കേട്ടില്ലേ? അങ്ങ് അത് പറയുന്നത് പമ്പാ തീരത്ത് വെച്ച് വർഗീയവാദിയായ യോഗി ആദിത്യനാഥിനെ കൊണ്ട് ഞങ്ങൾ മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിച്ചില്ലേന്ന് KT ജലീൽ പറഞ്ഞതാ. KT ജലീൽ നവോത്ഥാന സമിതിയിൽ സുഗതൻ ഉൾപ്പെടുത്തിയപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? ഖലീഫ ഉമറിന്റെ ചരിത്രം. ഞങ്ങൾ വർഗീയവാദിയായ സുഗതനെ ബാബറി മസ്ജിദ് പൊളിച്ച് ഇഷ്ടിക വീട്ടിലെ പൂജാമുറിയിൽ വെച്ച സുഗതനെ നവോത്ഥാന സമിതിയിലേക്ക് കൊണ്ടുവന്ന് മനസാന്തരപ്പെടുത്തിയതിന് പിന്നെ വലിയ മനസാന്തരപ്പെടുത്തലാണ് പിണറായി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.